of Travancore. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം, അതിനെ ഞാൻ നിഷേധിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും. എൻ്റെ രണ്ട് നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ. സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയാകുമെന്ന് സൂചന. രാജീവ് ചന്ദ്രശേഖരനും സാധ്യത. സുപ്രധാന വകുപ്പുകൾ BJP നിലനിർത്തും. ക്യാബിനറ്റ് പദവിയിൽ നോട്ടമിട്ട് വലിയ ഘടകകക്ഷികൾക്കൊപ്പം ഒരംഗം മാത്രമുള്ള കക്ഷികളും സമവായ നീക്കങ്ങളുമായി ചർച്ച തുടരുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ? സമ്മർദ്ദം ശക്തമാക്കി കോൺഗ്രസ്. രാഹുൽ വിസമ്മതിച്ചാൽ KC വേണുഗോപാലിനും മനീഷ് തിവാരിക്കും സാധ്യത. ഇടഞ്ഞു നിൽക്കുന്ന K മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. വയനാട് സീറ്റ് നൽകി പരാതി പരിഹരിക്കാൻ ശ്രമം. മുരളിക്ക് താൽപര്യം സംസ്ഥാന രാഷ്ട്രീയം. മുരളി ഏതു സ്ഥാനത്തിനും യോഗ്യനെന്ന് K സുധാകരൻ. വേണ്ടിവന്നാൽ KPCC അധ്യക്ഷ സ്ഥാനവും നൽകും. അതും കൊടുക്കും വേണ്ടി വന്നാൽ ഒരു തർക്കമില്ല. എന്താ മുരളിക്ക് KPCC പ്രസിഡന്റ് ആയിക്കൂടെ? ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് പാലക്കാട്. VT ബൽറാമിനു സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിലും പരിഗണനയിൽ. BJP പട്ടികയിൽ ശോഭാ സുരേന്ദ്രനും C കൃഷ്ണകുമാറും. മൂന്നാം സ്ഥാനമെന്ന നാണക്കേട് മാറ്റാൻ കരുത്തരെ കളത്തിലിറക്കാൻ CPM. രാജ്യസഭാ സീറ്റ് വേണമെന്ന നിലപാടിൽ മാറ്റമില്ലാതെ കേരള കോൺഗ്രസ് M. 2 MPമാരുമായി LDFിലെത്തിയ പാർട്ടിയല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്ന് ജോബ് മൈക്കിൾ. സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് CPI. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ്. നവജാത ശിശു മരിച്ചത് കൃത്യമായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ടെന്ന് പരാതി. കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധം. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിക്ക് ഇന്ന് അവസാന രാജ്യാന്തര മത്സരം. കുവൈറ്റിനെതിരായ യോഗ്യതാ മത്സരം രാത്രി 7-ന്. വിടവാങ്ങൽ പോരാട്ടം കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രിസഭാ രൂപീകരണത്തിൽ BJP നേതൃത്വവും ഘടകകക്ഷി നേതാക്കളുമായുള്ള ചർച്ച തുടരുന്നു. വലിപ്പ വ്യത്യാസമില്ലാതെ ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് മുഖ്യ തടസ്സമായി നിൽക്കുന്നത്. മുതിർന്ന നേതാക്കളായ അമിത് ഷാ, JP നദ്ദ, രാജ്നാഥ് സിംഗ് എന്നിവരാണ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. TDP, JDU എന്നീ അംഗബലം കൂടിയ പാർട്ടികൾ മാത്രമല്ല, 2 അംഗങ്ങൾ മാത്രമുള്ള ദേവഗൌഡയുടെ JDSും ഒരംഗം മാത്രമുള്ള അജിത് പവാറിന്റെ NCPയും പ്രധാന വകുപ്പും ക്യാബിനറ്റ് പദവിയും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടെ അഗ്നിവീർ പദ്ധതിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് JDUവും രംഗത്തെത്തി. കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ഇപ്പോഴും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം വിവിധ ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ അംഗീകരിക്കുക എന്നത് BJPക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ തട്ടി ചർച്ചകൾ വൈകുന്നുണ്ടോ? രഞ്ജിത്തെ, മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. പക്ഷെ അതിനേക്കാൾ മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നൽകാനുണ്ട്. ഈ അഗ്നിവീർ പദ്ധതിയിൽ അവലോകനം, അല്ലെങ്കിൽ അഗ്നിവീർ പദ്ധതിയെ എതിർക്കുകയല്ല, പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ആവശ്യം JDU ഉന്നയിക്കുന്നുണ്ട് എന്ന് KC ത്യാഗി തന്നെ, JDU നിതീഷ് കുമാറിൻ്റെ അടുത്ത അനുയായി കൂടിയായ പ്രധാനപ്പെട്ട നേതാവ് KC ത്യാഗി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും JDU സമ്മർദ്ദം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഇനി ജാതി സെൻസസ് രാജ്യവ്യാപകമായി എന്നുള്ള ആവശ്യം ഉന്നയിക്കും എന്നുള്ള സൂചനകൾ കൂടി അദ്ദേഹം തരുന്നുണ്ട്. ഇതെല്ലാം തന്നെ, ഇത്തരം ആവശ്യങ്ങളെല്ലാം JDUവിൻ്റെ പഴയ നിലപാടുകളായിരുന്നു. ഇതെല്ലാം തന്നെ ഇത് ഇപ്പോൾ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചെടുക്കുക, അങ്ങനെ ഒരു സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ ചർച്ചകൾ തുടരുകയാണ്. പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളായ JDUവും അതോടൊപ്പം തന്നെ TDPയും മാത്രമല്ല, 2 അംഗങ്ങൾ മാത്രമുള്ള JDSും ഒരംഗം മാത്രമുള്ള NCP അജിത് പവാർ വിഭാഗവും അടക്കം ക്യാബിനറ്റ് പദവിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ വേണം എന്നുള്ള ആവശ്യം അവർ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് തലവേദനയാണ്. കഴിഞ്ഞ 1ഉം 2ഉം മോദി സർക്കാരുകളെ പോലെയല്ല, ഈ സർക്കാരിനെ സംബന്ധിച്ച് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഈ ഘടകകക്ഷികളുടെ എല്ലാം സഹായം വേണം. സ്വാഭാവികമാണ് ഘടകകക്ഷികൾ ഈ സമയത്ത് മെച്ചപ്പെട്ട വകുപ്പുകൾ ചോദിക്കും. എന്തായാലും BJP ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ BJPക്ക് 4 പ്രധാനപ്പെട്ട വകുപ്പുകൾ, ധനവകുപ്പ്, വിദേശകാര്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, പ്രതിരോധ
പ്രതിരോധ വകുപ്പ്, ഈ 4 പ്രധാനപ്പെട്ട വകുപ്പുകളും ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. ഒപ്പം അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളായ കൃഷി, റെയിൽവേ, ആരോഗ്യം, റോഡ് ട്രാൻസ്പോർട്ട്, ഇത്തരം വകുപ്പുകളും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ അത്തരം നിലപാടിൽ നിന്ന് സ്വാഭാവികമായും BJPക്ക് ചിലപ്പോൾ പിന്നാക്കം പോകേണ്ടി വരും. TDP ധനവകുപ്പ് അടക്കം പ്രധാനമായും ആവശ്യപ്പെടുന്നുണ്ട്. അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് BJP തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂടുതൽ വകുപ്പുകൾ കൈക്കലാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ കൂടി ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിതീഷ് കുമാർ ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും പലതവണ ഈ മുന്നണി രാഷ്ട്രീയത്തിലെ ഇത്തരം വിലപേശലുകളിൽ സമർത്ഥമായി ഇടപെടുകയും പലപ്പോഴും വിജയിക്കുകയും ചിലപ്പോഴെങ്കിലും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള പരിണത പ്രജ്ഞരായ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം വലിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒരംഗം മാത്രമുള്ള അജിത് പവാറിന്റെ പക്ഷം പോലും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇത്തരം നേതാക്കളുമായി ഇപ്പോൾ ചർച്ച പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ TDP തന്ത്രപരമായി മറ്റൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അത് ലോക്സഭാ സ്പീക്കർ സ്ഥാനമാണ്. TDP ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റു ചില നീക്കങ്ങൾ കൂടിയാണ്. അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം കിട്ടുന്നത് ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ആ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാര്യങ്ങൾ ഒരു സ്പീക്കർ സ്ഥാനം കൊണ്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ സ്പീക്കർ സ്ഥാനം കയ്യിൽ കിട്ടിയാൽ ഏതെങ്കിലും ഘട്ടത്തിൽ BJP TDPയെ പിളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ സമർത്ഥമായി ഇടപെടാൻ കഴിയുക സ്പീക്കർക്കാണ്. അത്തരം ഒരു അപകടം കൂടി മുന്നിൽ കണ്ടുള്ള നീക്കമാണ് പ്രധാനമായും TDP നടന്നത്. നേരത്തെ TDPയുടെ MPമാരായിരുന്നവർ BJPയിലേക്ക് ലയിച്ചു വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുൻ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാവണം ചന്ദ്രബാബു നായിഡു അത്തരം ഒരു നീക്കം നടത്തുന്നത്. തൽക്കാലം ഈ വിഷയത്തിലും BJPയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അമിത്ഷാ, സംസ്ഥാന കേന്ദ്ര BJP അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദ, രാജ്നാഥ് സിംഗ്, അങ്ങനെ ഈ 3 പേരാണ് നിലവിൽ ഈ പ്രധാനപ്പെട്ട കക്ഷികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എന്തായാലും തൽക്കാലം ചർച്ചയിലേക്ക് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന നരേന്ദ്രമോദി ചർച്ചയിലേക്ക് നേരിട്ട് വരുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ചർച്ച വഴിമുട്ടിയാൽ ആ ഘട്ടത്തിൽ ഇടപെടുക എന്നുള്ളത് കൂടി ലക്ഷ്യം വെച്ചാവണം അങ്ങനെ ഒരു ചർച്ചയുടെ സ്ട്രാറ്റജി BJP സ്വീകരിച്ചു എന്ന് കരുതുന്നു. എന്തായാലും നിലവിൽ ഇത്തരം ചർച്ചകൾ തുടരുകയാണ്. വരുന്ന ദിവസം, വരുന്ന ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഇതിലൊരു ധാരണ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുന്നു. ലോക്സഭയിലെ അംഗബലം ഉയർന്ന സാഹചര്യത്തിലാണ് ആവശ്യം ഉയർന്നു വരുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിട്ടില്ല. പ്രവർത്തക സമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കും. രാഹുൽ ഗാന്ധി ഏറ്റെടുത്തില്ലെങ്കിൽ KC വേണുഗോപാൽ, മനീഷ് തിവാരി തുടങ്ങിയ പേരുകളും പരിഗണനയ്ക്ക് വന്നേക്കും. കിരൺ ബാബു തുടരുകയാണ്. കിരൺ, പ്രതിപക്ഷത്തും ഇതുപോലെ ചില ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. കാരണം രാഹുൽ അല്ലെങ്കിൽ മറ്റു പേരുകൾ. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ 10 വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് രാഹുലല്ലാതെ മറ്റാരും വേണ്ട എന്ന ബോധ്യമാണോ കോൺഗ്രസിന്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ഒരു രാഹുൽ ഗാന്ധി അല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ രാഹുൽ ഗാന്ധി എന്ന നേതാവിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കടക്കം ചില അവിശ്വാസമോ അല്ലെങ്കിൽ അതിലൊരു വിശ്വാസക്കുറവോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. മെച്ചപ്പെട്ട പ്രകടനത്തോടുകൂടി ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി പരിശോധിച്ചാൽ അതിനി 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് 2004 അദ്ദേഹം ആദ്യം പാർലമെന്റിലേക്ക് എത്തുന്നത്. ആ കാലത്തായാലും 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട ഒരു വകുപ്പിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയായിക്കൊണ്ട് നേരിട്ട് ഭരണത്തിൽ ഇടപെടണം. ഇത്തരം ആവശ്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ പലതവണ ഉയർന്നിരുന്നതാണ്. അത്തരം ചില സമ്മർദ്ദങ്ങളുമൊക്കെ കോൺഗ്രസിൽ പലതവണ വന്നതാണ്. അന്ന് രാഹുൽ ഗാന്ധി 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് ആഗ്രഹിച്ചിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരെയോ ആകുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. UPAക്ക് അങ്ങനെ ഭരിക്കാനുള്ളൊരു ഭൂരിപക്ഷവും കോൺഗ്രസിന് ഒരു അപ്രമാദിത്വവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ അധികാരത്തിൽ നിന്ന് മാറി നിന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷവും ഒരു പരാജയം ഉണ്ടായപ്പോൾ ആ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു മാറി നിന്ന ഒരാളാണ്. പിന്നീടും അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മർദ്ദം ഉണ്ടായപ്പോഴും ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അത്തരം ഒരു സ്വഭാവം ഇപ്പോഴും കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ ഏറ്റെടുക്കാനുള്ള വിമുഖത അദ്ദേഹം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസിലെ തന്നെ തലമുതിർന്ന നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നാണ്. ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധി മുന്നിൽ നിന്നപ്പോൾ ഈ വരാൻ പോകുന്ന സർക്കാരിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ മുന്നിൽ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് കുറെ കൂടി കരുത്തരായ നേതാവാണ് എന്നത് തെളിയിക്കാൻ കഴിയൂ. നേരത്തെ സാങ്കേതികമായി പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റ് അധികാരങ്ങളൊക്കെ കിട്ടില്ല എന്നുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം തടസ്സങ്ങളൊന്നുമില്ല. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നിരയിൽ തന്നെ പരിചയസമ്പന്നരായ നിരവധി നേതാക്കളുണ്ട്. കോൺഗ്രസിനായാലും മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികൾക്കായാലും നിരവധി MPമാരുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാനും കഴിയില്ല. ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കണമെന്നുള്ള ശക്തമായ നിലപാടിലാണ് കോൺഗ്രസ് ആയാലും മറ്റ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളായാലും ഒക്കെ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു തരത്തിലും ഏറ്റെടുക്കില്ല എന്നുള്ള ഘട്ടം വന്നാൽ മാത്രമാണ് KC വേണുഗോപാലിൻ്റെയും മനീഷ് തിവാരിയുടെ അടക്കമുള്ള പേരുകളൊക്കെ അത്തരം പേരുകളിലൊക്കെ എന്തായാലും തൽക്കാലം ഔദ്യോഗികമായി എവിടെയും കടന്നിട്ടില്ല എന്നാണ് ഈ പ്രധാന പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന സൂചന. ശരി, കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു.
ചരിത്ര വിജയത്തിലൂടെ ലോക്സഭയിലെത്തുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. ക്യാബിനറ്റ് പദവിയോടെയുള്ള മന്ത്രിസ്ഥാനമാണ് പരിഗണനയിൽ. തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖരനും മന്ത്രിസ്ഥാനത്തേക്ക് സാധ്യതയുണ്ട്. നേതൃത്വം ആവശ്യപ്പെട്ടാൽ മന്ത്രിയാകാൻ തയ്യാറാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തനിക്ക് സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ തന്റെ 2 നേതാക്കൾ പറഞ്ഞാൽ അത് നിരസിക്കാൻ ആകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം, അതിനെ ഞാൻ നിഷേധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും. എൻ്റെ 2 നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക്. എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട്, എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം. അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ്. എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവിടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. സുവി വിശ്വനാഥൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സുവി, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ, പ്രഖ്യാപനങ്ങളൊക്കെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി എന്ന പരിഗണനയിൽ തന്നെയാണ്, നിലയിൽ തന്നെയാണ് അവിടെ മത്സരിപ്പിച്ചതും. പക്ഷേ അദ്ദേഹത്തിന് ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. നേതാക്കൾ നിർബന്ധിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും ഇന്ന് ഡൽഹിയിലേക്കുള്ള പോക്ക് കേന്ദ്രമന്ത്രിയായി തിരികെ വരാനാണ് എന്നുമാണോ ലഭിക്കുന്ന സൂചന? രഞ്ജിത്ത്, ആ രീതിയിൽ തന്നെ വേണം നമുക്ക് കാര്യങ്ങളെ വായിച്ചെടുക്കാൻ. ഏതായാലും സുരേഷ് ഗോപിയിലൂടെ ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം കേരളത്തിന് ലഭിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രമന്ത്രി പദം എന്നത് താൻ ആഗ്രഹിക്കുന്നില്ല, സിനിമയാണ് തന്റെ പാഷൻ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തന്റെ പ്രിയപ്പെട്ട നേതാക്കൾ തന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ ആ നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല, അവർ നൽകുന്ന സ്ഥാനം സ്വീകരിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ്. കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിട്ട് തന്നെയാണ് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തുന്നത്. ആദ്യം ലോക്സഭയിലേക്ക്, അതിനുശേഷം നിയമസഭയിലേക്കും സുരേഷ് ഗോപി മത്സരിച്ചു. ഈ 2 തവണയും പരാജയപ്പെട്ടുവെങ്കിലും 3ാമത്തെ തവണ അദ്ദേഹം വിജയം നേടിയിട്ടുണ്ട്. അതും ഒരു വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം BJP ഇത്തവണ താമര അക്കൗണ്ട് ഇവിടെ തുറക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒപ്പം തമിഴ്നാട്ടിൽ BJPക്ക് ഒരു MP പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രഥമ പരിഗണന, ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള ഒരു പ്രഥമ പരിഗണന സുരേഷ് ഗോപിക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിട്ടാണ് പോയത്. നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ആണ് ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം സുരേഷ് ഗോപി വേദിയിലുണ്ടാവുകയും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വരികയും ചെയ്തു. സ്വാഭാവികമായും സുരേഷ് ഗോപിയെ വളരെ 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 പ്രിയപ്പെട്ടയാളാണ് നരേന്ദ്രമോദിക്ക്, അതുപോലെ തന്നെ അമിത്ഷയ്ക്കും. ആ ഒരു സാഹചര്യങ്ങൾ കൂടെ വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നേടിയേക്കും, അതും ക്യാബിനറ്റ് റാങ്കിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇഴകേറി പരിശോധിക്കാൻ CPM നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് തിരുത്തേണ്ടത് തിരുത്തുമെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. തൃശ്ശൂരിലെ BJP വിജയം സ്വർണ്ണത്താഴത്തിൽ വെച്ച് പിണറായിയും CPM-ഉം നൽകിയതെന്ന് UDF കൺവീനർ MM ഹസൻ. CPM-BJP ഡീൽ തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ആലപ്പുഴയിലും സമാന സാഹചര്യമാണ്. BJP മുന്നേറ്റമുണ്ടാക്കിയ ഇടങ്ങളിൽ എല്ലാം വോട്ട് ചോർച്ച CPM-ൽ നിന്നാണെന്നും MM ഹസൻ പറഞ്ഞു. തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെ ഇടഞ്ഞു നിൽക്കുന്ന K മുരളീധരനെ അണിനയിപ്പിക്കാൻ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് സീറ്റ് മുരളീധരൻ നൽകി പരാതി പരിഹരിക്കാനാണ് ശ്രമം. എന്നാൽ വയനാട് സീറ്റല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാനാണ് ആഗ്രഹമെന്നാണ് K മുരളീധരന്റെ നിലപാട്. ഇതോടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ സാധ്യത തെളിയുകയാണ്. മുരളിയെ സന്ദർശിച്ച MK രാഘവൻ അതൃപ്തി എന്നത് മാധ്യമ സൃഷ്ടിയാണ്
എന്ന് പ്രതികരിച്ചെങ്കിലും മുരളീധരൻ മൗനം തുടരുകയാണ്. പരാജയ കാര്യങ്ങൾ പാർട്ടി അവിടെ പരിശോധിക്കും, ഉചിതമായ നടപടി സ്വീകരിക്കും. അതുകൊണ്ട് മുരളി പൂർവാധികം ശക്തിയോടുകൂടി രംഗത്തിറങ്ങും, ഒരു വിഷയവുമില്ല. മുരളി വളരെ സജീവമായി സക്രിയമായി രംഗത്തുണ്ടാവും, ഒരു പ്രശ്നവുമില്ല. അല്ല, അങ്ങനത്തെ ഒരു വിഷയവുമില്ല. അദ്ദേഹം വളരെ സജീവമായി രംഗത്തിറങ്ങും, ഒരു ബുദ്ധിമുട്ടും പ്രയാസമില്ല. അവിടുത്തെ പരാജയ കാരണങ്ങൾ പാർട്ടി അന്വേഷിക്കും. നേതാക്കളെല്ലാം അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞു. ഏതായാലും ഒരു വിഷയവുമില്ല. തൽക്കാലത്തെ അദ്ദേഹത്തിന്റെ ഈ ഒരു റെസ്റ്റ് എന്ന നിലക്കാണ് ഈ പറഞ്ഞ അദ്ദേഹം വീട്ടിലിരിക്കുന്നത്. അദ്ദേഹം രംഗത്ത് സജീവമായി ഇറങ്ങാൻ വേണ്ടി പോവാം. കെ മുരളീധരൻ ലീഡറുടെ ലെഗസിയുള്ള ഒരാളാണ്, മനസ്സിലാക്കിക്കൊള്ളു. അപ്പൊ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടാകും, ഒരു വിഷയമുണ്ടാകും. കെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം സജീവമായി ശക്തമായി കോൺഗ്രസ് നയിക്കാൻ കേരളത്തിലുണ്ടാകും. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എം.വി. രാഘവൻ, ക്ഷമിക്കണം, കോഴിക്കോട് MP ശ്രീ രാഘവൻ കണ്ടു കഴിഞ്ഞു മുരളീധരനെ. സുധാകരൻ കാണാൻ ശ്രമിക്കുന്നുണ്ട്. സുധാകരൻ പറഞ്ഞത് KPCC അധ്യക്ഷ സ്ഥാനം പോലും വേണമെങ്കിൽ കൈമാറാൻ തയ്യാറാണ് എന്നാണ്. ഏതൊക്കെ തലങ്ങളിലാണ് ഇപ്പോൾ അണിനയ ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്? തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ സംഘടനാ തലത്തിൽ വീഴ്ചയുണ്ടായി എന്ന ആക്ഷേപം ഉന്നയിച്ച് നേതൃത്വവുമായി ഇടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിക്കുന്നതിനുള്ള ഊർജിതമായ നീക്കമാണ് KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് ലോക്സഭാ സീറ്റിൽ കെ മുരളീധരനെ പകരക്കാരനാക്കണം എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ സജീവമായി പുരോഗമിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കെ മുരളീധരൻ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും വയനാട്ടിൽ താൻ മത്സരിക്കാനില്ല, രാഹുലിന് പകരക്കാരൻ ആകാനില്ല എന്ന നിലപാടിലാണ് കെ മുരളീധരൻ. അവിടെ പ്രിയങ്ക തന്നെ മത്സരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ തീരുമാനമെന്നാണ് കെ മുരളീധരന്റെ അഭിപ്രായം. അദ്ദേഹം അക്കാര്യം KPCC അധ്യക്ഷനെ അടക്കം അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംഘടനാ തലത്തിൽ നിർണായകമായ ഒരു പദവിയിലേക്ക് കെ മുരളീധരൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കുറവല്ല. അതുകൊണ്ട് തന്നെ ഏതായിരിക്കണം ആ പദവി എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ മുരളീധരൻ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. പക്ഷേ ആ തീരുമാനത്തോട് കെ മുരളീധരന്റെ പ്രതികരണം എന്തായിരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാനുള്ള നീക്കമാണ് കെ മുരളീധരൻ നടത്തുന്നത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിലേക്ക് മടങ്ങിയെത്തി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുന്ന സാഹചര്യമുണ്ടായാൽ മന്ത്രിസഭയിൽ നിർണായകമായൊരു പദവി കെ മുരളീധരന് വേണ്ടി കാത്തുവെക്കും കോൺഗ്രസ് നേതൃത്വം എന്ന തരത്തിലുള്ള ചർച്ചകളടക്കമാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായി പുരോഗമിക്കുന്നത്. എന്തായാലും വയനാട് സീറ്റിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിൽ കെ മുരളീധരൻ ഉറച്ചു നിൽക്കുകയാണ്. കെ മുരളീധരനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തില്ലെന്ന് കെ സുധാകരൻ. മുരളീധരൻ ഏത് സ്ഥാനത്തിനും ഫിറ്റായ ആളെന്ന് പുകഴ്ത്തി സുധാകരൻ വേണ്ടിവന്നാൽ KPCC അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ ഏതു സ്ഥാനവും നൽകുമെന്നും പ്രതികരിച്ചു. വയനാട്ടിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിന് ശേഷമെന്നും സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ നമുക്കെന്താ തടസ്സം? ഒന്നുമില്ല. എവിടെയും ആപ്റ്റാണ്. അവിടെ മാത്രമല്ല, എവിടെയും ആപ്റ്റാണ്. എല്ലാത്തിനും ഫിറ്റാണ് അദ്ദേഹം. ഹി ഈസ് ഫിറ്റ് ഫോർ എവറി പോസ്റ്റ്. വി പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും, ഞങ്ങളുടെ വിശ്വാസമാണ്. അതും കൊടുക്കും വേണ്ടി വന്നാൽ ഒരു തർക്കവും ഇല്ല. എന്താ മുരളിക്ക് KPCC പ്രസിഡന്റ് ആയിക്കൂടെ? നേരത്തെ ആയിട്ടില്ലേ? അതിലൊന്നും തർക്കമൊന്നുമില്ല. അതിനൊന്നും സുധാകരൻ ഭംഗിയില്ല ഒരിക്കലും. വയനാട് എന്തെങ്കിലും പറയാതെ അദ്ദേഹത്തിൻ്റെ തീരുമാനം വരാതെ അതൊന്ന് ആലോചിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിന്റെ തീരുമാനം വരണ്ടേ? MS സുരേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, സുധാകരൻ മുരളീധരനെ കാണുമെന്നാണ് മനസ്സിലാകുന്നത്. ഓഫറുകൾ നിരവധിയുണ്ട്, പക്ഷേ മുരളിയുടെ മനസ്സ് ഇതുവരെ വ്യക്തമായിട്ടില്ല. തീർച്ചയായും രഞ്ജിത്ത്, പല തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ KPCC ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം നീക്കങ്ങളോടൊന്നും ഇപ്പോഴും മുരളീധരൻ വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കോഴിക്കോട് MP-യും മുതിർന്ന നേതാവുമായ MK രാഘവൻ മുരളീധരനെ വീട്ടിലെത്തി സംസാരിച്ചിരുന്നു. എന്നാൽ കാര്യമായ ഒരു ചർച്ചയ്ക്ക് നിൽക്കുകയോ അല്ലെങ്കിൽ ചർച്ചയോട് പൂർണ്ണമായ
അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് പാർട്ടി വിശദമായി അന്വേഷിക്കും, ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കും എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതുകൊണ്ടൊന്നും താൻ തൃപ്തനാവുന്നില്ല എന്നും KPCC പ്രസിഡന്റ് എത്തുന്നതിന് മുമ്പായി ഒരു കളമൊരുക്കൽ ചർച്ചയാണ് MK രാഘവൻ നടത്തിയതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തന്റെ കൃത്യമായ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. വയനാട് സീറ്റിൽ മത്സരിക്കാനില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനം പോലെയുള്ള വിലപിടിച്ച സ്ഥാനത്തേക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നും നിയമസഭയിലേക്ക് എത്തണമെന്ന ഒരു കണക്കുകൂട്ടലും ഉണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും അദ്ദേഹം നിൽക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിലെ അദ്ദേഹത്തിന്റെ ഈ അജ്ഞാതവാസത്തെ അല്ലെങ്കിൽ പുറത്തുനിന്നും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെയും മാധ്യമപ്രവർത്തകരെയോ മറ്റു പ്രവർത്തകരെയോ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെയുമുള്ള ഈ താമസത്തെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള താൽക്കാലിക വിശ്രമം എന്നാണ് MK രാഘവൻ അടക്കം വിശേഷിപ്പിച്ചത്. എന്നാൽ K സുധാകരൻ എത്തും എന്ന് അദ്ദേഹത്തെ അറിയിച്ചിരുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് ഈ തീരുമാനം മാറ്റുകയാണ് ഉണ്ടായത്. K സുധാകരൻ എന്തായാലും ഇന്ന് ഡൽഹിയിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയാണ് ഡൽഹിയിലേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ പരിപാടികളിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വന്നാൽ സമയം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രചരണമില്ലാതെ വന്നു K മുരളീധരനെ കാണാനുള്ള സാധ്യതകളും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ശരി അനീഷ്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ DCC ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. K മുരളീധരനെ കുരുതി കൊടുത്ത TN പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഇടവേള. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം. സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം. കോട്ടയം മണ്ഡലത്തിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലപാട് കടുപ്പിച്ചത്. CPIയും രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ കടുത്ത നിലപാടെടുത്തോടെ CPI നേതൃത്വമാണ് പ്രതിസന്ധിയിലായത്. CPM വിട്ടുവീഴ്ച ചെയ്താൽ പ്രതിസന്ധിയിൽ അയവുണ്ടാകുമെന്നതാണ് നിലവിലെ സാഹചര്യം. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് 3 ഒഴിവുകൾ ജൂലൈ 1-നാണ് നിലവിൽ വരുന്നത്. ആ ഒഴിവുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഇന്നതിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. 13 വരെ പത്രിക സമർപ്പിക്കാം. ഇപ്പോഴത്തെ ഇടതുമുന്നണിയുടെ നിയമസഭയിലെ കക്ഷിയനുസരിച്ച് 2 പേർക്കാണ് അതിൽ ജയിക്കാനാകുന്നത്. ഒരെണ്ണം UDFനും ജയിക്കാനാകും. ആ 2 സീറ്റുകളിലേക്ക് ഇപ്പോൾ CPM സ്വാഭാവികമായും അവർ ഒരു സീറ്റ് എടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ബാക്കിയുള്ള ഒരു സീറ്റിലേക്കാണ് CPI, കേരള കോൺഗ്രസ് എം, RJD, NCP കക്ഷികൾ അവകാശവാദവുമായി രംഗത്തുള്ളത്. ഇതിൽ തന്നെ കേരള കോൺഗ്രസ് എം ഒരു തരത്തിലും ഈ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ടില്ല, വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കുകയാണ്. കാരണം മുന്നണിയിലേക്ക് വരുമ്പോഴുള്ള സ്ഥിതി, അപ്പോൾ എത്ര സീറ്റ് മറ്റ് പദവികളൊക്കെ അതേപടി തുടരാമെന്ന് ഉറപ്പ് CPM നൽകിയതാണെന്ന് കേരള കോൺഗ്രസ് എം അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് ലോക്സഭയിലേക്ക് സ്വാഭാവികമായും മത്സരിച്ച് വിജയിക്കാൻ കോട്ടയത്ത് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് കൂടി നഷ്ടപ്പെട്ടാൽ, പ്രത്യേകിച്ച് അവരുടെ ചെയർമാൻ ജോസ് കെ മാണി ആണിപ്പോൾ നിലവിലെ MP, അത് ഒഴിവരുമ്പോൾ രാജ്യസഭാ സീറ്റ് പോലും നഷ്ടപ്പെട്ടാൽ അവർക്ക് ലോക്സഭയിൽ പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതെ വരും. അത്തരമൊരു സാഹചര്യം അനുവദിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവി പോലുള്ള CPMന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം ഉള്ളത്. പ്രതിസന്ധി അവിടെയാണ് CPMന് മുന്നിൽ രൂക്ഷമാകുന്നത്. CPIയും അതേ നിലപാട് CPMന് അറിയിച്ചു കഴിഞ്ഞു. തങ്ങൾക്ക് ഒരു സീറ്റ് അവകാശപ്പെട്ടതാണ്. തങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി, ദേശീയ സെക്രട്ടറി കൂടിയായ വിനോദ് വിശ്വത്തിന് ഒഴിവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റില്ലാതെ മുന്നോട്ട് പോകാനാകില്ല. ഒന്നുകിൽ CPM അല്ലെങ്കിൽ കേരള കോൺഗ്രസും വിട്ടുവീഴ്ച ചെയ്യട്ടെ നിലപാടാണ് CPIക്കുള്ളത്. RJDയും മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത MLAമാരുള്ള ഏക പാർട്ടിയാണ് ഇടതുമുന്നണിക്കുള്ളിൽ RJD. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സീറ്റ് വേണമെന്ന ആവശ്യം അവരും ശക്തമായി ഉന്നയിക്കുന്നു. NCP ആവശ്യമുണ്ടെങ്കിൽ അവർ ആ കടുത്ത നിലപാടിലേക്ക് ഈ ഘട്ടത്തിൽ പോകാനിടയില്ല. ഏതായാലും CPMൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. എങ്ങനെ CPIയെയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കുമെന്ന ചോദ്യമാണ് CPM നേതൃത്വത്തിന് മുന്നിലുള്ളത്. അനുനയത്തിന് 2 പേരും തയ്യാറല്ല. അങ്ങനെയെങ്കിൽ CPM വിട്ടുവീഴ്ച തയ്യാറാകുമോ എന്നാണ് വരും ദിവസങ്ങൾ അറിയേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പേറ്റ വലിയ തിരിച്ചടിക്ക് പിന്നാലെ ഈ ഒരു പ്രതിസന്ധി കൂടി CPMനെ മുന്നിൽ വലിയ ഒരു ഭീഷണിയായി വളർന്നു വരികയാണ്. ശരി. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് EP ജയരാജൻ
എല്ലാവരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. മന്ത്രിസഭാ പുനഃസംഘടന വലിയ പ്രശ്നമല്ലെന്നും പുതിയൊരു മന്ത്രി വരുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ആവശ്യപ്പെടുന്നതിലും ചോദിക്കുന്നതിലും ഒന്നും ഒരു തെറ്റുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ പാർട്ടിയുടെ നില മെച്ചപ്പെടുത്താൻ, സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ, അതുവഴി സ്വാധീനം വർദ്ധിപ്പിക്കാൻ എല്ലാ പാർട്ടികളും പരിശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘടക പാർട്ടികൾക്കും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാം. ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് ഒരു പൊതുവായിട്ടുള്ള തീരുമാനം ഐക്യകണ്ഠേന അംഗീകരിക്കും. ഒരു പ്രതിസന്ധിയും ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം ഇതൊക്കെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കെല്ലാം നല്ല ധാരണയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ UDF 18 സീറ്റ് കിട്ടിയത്, എങ്ങനെയാണ് കേരളത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ BJP ദുർബലപ്പെടുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് അവർക്ക് ചില മണ്ഡലത്തിൽ വോട്ട് വർദ്ധിച്ചു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൊതുവായൊരു അഭിപ്രായങ്ങൾ എല്ലാ പാർട്ടികൾക്കുമുണ്ട്. ഞങ്ങളത് കൂടുതൽ പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് പരിശോധിച്ച് കുറവുകളുണ്ടെങ്കിൽ തിരുത്താനുള്ള നടപടി. സ്വാഭാവികമായും അദ്ദേഹം പാർലമെന്റിലേക്ക് പോയാൽ ഇവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ വരെന്താ ഇവിടെ പ്രശ്നം? ഒരു മന്ത്രിയെ വരും, തീർച്ചയായും അതിന് പകരം ഒരു മന്ത്രി വരും. രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് തന്നെയുള്ളതാണെന്ന് PMA സലാം. ഇത് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നത് സാങ്കല്പികം മാത്രമാണ്. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വിദേശത്തു നിന്നും എത്തിയാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും. രാജ്യസഭയിലേക്ക് പുതുമുഖമാകും. എന്നാൽ പരിഗണിക്കുന്നത് യുവാക്കളെ ആണോ എന്ന് പറയാനാകില്ലെന്നും PMA സലാം പറഞ്ഞു. രാജ്യസഭ മുസ്ലിം ലീഗിന് നിശ്ചയിച്ചു വെച്ചതാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ഏതാനും ദിവസങ്ങൾക്കകം ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട തങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായൊക്കെ കൂടിയാലോചിച്ച് പ്രഖ്യാപിക്കും. അതാരായിരുന്നാലും പാർട്ടി ഏറ്റെടുക്കും. പുതുമുഖങ്ങൾക്കായിരിക്കും പ്രാധാന്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുതിയ ആളുകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ആള്, അതായത് യുവാവാണെന്നല്ല. അല്ല, പുതുമുഖം എന്ന് പറഞ്ഞാൽ യുവാവല്ലല്ലോ. ഈ പാർലമെന്ററി രംഗത്ത് ഇതുവരെ എത്താത്ത ആളുകളൊക്കെ പുതുമുഖങ്ങളാണ്. ആർത്ഥത്തിലായിരിക്കും തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് എൻ്റെ. സമസ്തയുടെ പേരിൽ ചിലരാണ് മുസ്ലിം ലീഗിനെതിരായ പ്രചാരണം നടത്തിയതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. അവർക്കുള്ള മറുപടി ജനം നൽകിക്കഴിഞ്ഞു. അത്തരം വിമർശനം പാർട്ടിക്കെതിരെ നടത്തിയാൽ ഇനിയും മറുപടി പറയുക തന്നെ ചെയ്യുമെന്നും PMA സലാം വ്യക്തമാക്കി. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു തർക്കമില്ല, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ശക്തമായി ദൃഢമായി ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സമസ്തയുടെ പേര് ചില ആളുകൾ ദുരുപയോഗം ചെയ്തു. അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി സമസ്ത എന്ന പേര് വ്യാപകമായി അവരുപയോഗിച്ചു. അന്നേ ഞങ്ങൾ പറഞ്ഞത് ഇവർ സമസ്തയല്ല, ഇത് രാഷ്ട്രീയമാണ്. സമസ്ത ഒരിക്കലും രാഷ്ട്രീയ രംഗത്തിറങ്ങി. സമസ്തയിലുള്ളവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷേ സമസ്ത എന്ന സംഘടന ഒരു മതസംഘടനയും, സമസ്ത മാത്രമല്ല കേരളത്തിലെ ഒരു മതസംഘടനയും സജീവമായ രാഷ്ട്രീയ രംഗത്തിറങ്ങുകയോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഒന്നും ചെയ്യാറില്ല എന്നാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ ചില ആളുകൾ സമസ്തയുടെ പേര് ദുരുപയോഗം ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആരെ കളത്തിലിറക്കും? VT ബൽറാം മത്സരിക്കാനുള്ള സാധ്യത കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നു. ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസ് തുടങ്ങിയ പേരുകളും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. അതേസമയം BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ, C കൃഷ്ണകുമാർ, പത്മജ വേണുഗോപാൽ ഇങ്ങനെ നിരവധി പേരുകൾ ചർച്ചയിലുണ്ട്. ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ സീറ്റിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നും കോൺഗ്രസിന് ചിന്തിക്കാൻ ആവില്ല. 3ാം സ്ഥാനത്തുള്ള സീറ്റാണെങ്കിലും കരുത്തനെ തന്നെ കളത്തിലിറക്കാൻ ഇടതുമുന്നണിയും തയ്യാറായേക്കും. വരും ദിവസങ്ങളിൽ മുന്നണികളിൽ പ്രധാന ചർച്ചയാവുന്നത് പാലക്കാട് തന്നെയായിരിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും മുന്നണികളിൽ ഉണ്ടാവുക. ഇതിൽ യു ഡി എഫിൽ പ്രധാനമായും VT ബൽറാമിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും എല്ലാം തന്നെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വരിക. എന്തായാലും അതിൻ്റെ ഒരു സാധ്യത എന്തായാലും വരും ദിവസങ്ങളിൽ അത് പരിശോധിക്കും. UDF അത് പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. മറ്റൊന്ന് BJP ആണ്. BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്
പാലക്കാട്. പ്രധാനമായും ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ നടൻ ഉണ്ണി മുകുന്ദന്റെ പേരും പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ പത്മജിയുടെ പേരും കൂടി ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിൽ ആരാണ് കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളത് നോക്കി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക. LDF-ൽ M സ്വരാജിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ സജീവ പരിഗണനയിലുണ്ട്. ഇനി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾ ആളുകളെ കൂടുതൽ ഒരു ക്രൗഡ് പുള്ളറായ ഒരു സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് LDF നോക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരു സെലിബ്രിറ്റി പരിവേഷമുള്ള ഒരാളെ തന്നെ നിർത്തുക എന്നുള്ളതായിരിക്കും ഈ പാർട്ടികൾ, ഈ മുന്നണികളെല്ലാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ നമുക്കറിയാം ഷാഫി ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും കഴിഞ്ഞ 2 തവണയും പാലക്കാട് വിജയഗാഥ രചിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതിൽ പ്രധാനമായും CPM-ന്റെ വോട്ടുകളും BJP-യിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകളെല്ലാം തന്നെ ഷാഫിക്ക് അന്ന് ലഭിച്ചതാണ്. പ്രധാനമായി കൽപ്പാത്തിയിലെ ഒരു ബ്രാഹ്മൺസിന്റെ ബെൽറ്റിൽ നിന്ന് അവിടെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് ശേഷം വരുന്ന ആൾക്ക് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും UDF പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഷാഫിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഷാഫിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന. ഒപ്പം തന്നെ VT ബൽറാമിന്റെ ആ ഒരു സെലിബ്രിറ്റി പരിവേഷം കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി എന്തായാലും UDF-നും കോൺഗ്രസിനുമുണ്ട്. പക്ഷേ തൽക്കാലം വിട്ടുവരാൻ VT ബൽറാമിന് താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. LDF-ന് കഴിഞ്ഞ തവണ അത്രയൊന്നും ആരും അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല പ്രമോദ്. കാരണം പ്രമോദിന് അധികം അത്രത്തോളം പാർട്ടിയിൽ സജീവമായി നിൽക്കുന്ന ഒരാളുമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ BJP-യിൽ പത്മജ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസിലെ പോലും വോട്ടുകൾ മറിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാവുമെന്നുള്ളത് കണ്ടറിയണം. മാത്രമല്ല ഉണ്ണി മുകുന്ദൻ ഇവിടെ പാലക്കാട്ടുകാരനാണ്, ഒറ്റപ്പാലത്ത് താമസമാക്കിയ ആളാണ്. അയാൾ കൃത്യമായി തന്നെ ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തെ ഫോളോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അയാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. ശോഭാ സുരേന്ദ്രനും ഉണ്ണി മുകുന്ദന്റെയും പേരുകൾക്ക് സജീവമായി തന്നെ പരിഗണനയിൽ ഇപ്പോഴും BJP-യുടെ പരിഗണനയിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്കറിയാം പ്രധാനമായും ഈ പഞ്ചായത്ത്, അതായത് 3 പഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റി തന്നെയാണ് പ്രധാനം. നഗരത്തിൽ BJP-ക്ക് വലിയ സ്വാധീനമാണുള്ളത്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP-യാണ്. പിന്നെയുള്ളത് കണ്ണാടി പഞ്ചായത്താണ്. കണ്ണാടി പഞ്ചായത്തിൽ മാത്രമാണ് LDF ഭരിക്കുന്നത്. പിരായിരിയിലും മാത്തൂരിലും ഈ 2 പഞ്ചായത്തുകൾ UDF-ന്റെ കയ്യിലാണ്. പ്രത്യേകിച്ച് പിരായിരി, ഇവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ വിജയസാധ്യതയുണ്ട് എന്നുള്ള ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് കൂടെ വെച്ച് നോക്കുമ്പോൾ അടുത്ത 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വിജയപ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ BJP-ക്കാകട്ടെ വ്യക്തമായ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഷാഫിക്ക് കിട്ടിയതുപോലെ ആയിരിക്കില്ല ഇനിയൊരു സ്ഥാനാർത്ഥിക്ക്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പിടിയിലൊതുക്കാൻ കഴിയും എന്ന് BJP വിശ്വസിക്കുന്നു. എന്നാൽ 2 വിഭാഗത്തിന് അപ്പുറത്തേക്ക് LDF-ന് കുറച്ചുകൂടെ മികച്ച സ്ഥാനാർത്ഥിയും ജനപ്രീതിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ മണ്ഡലം ഈസിയായി കിട്ടും. ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിരിക്കില്ല അപ്പോഴെന്നും CPM-ഉം കരുതുന്നുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതിന്റെ ചർച്ചകൾ തന്നെ ഉണ്ടാവും. അതിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി, എങ്ങനെയായിരിക്കും മത്സരം എന്നുള്ളത് സംബന്ധിച്ച് ഇനി 6 മാസക്കാലം അതിന്റെ ചർച്ചകൾ സജീവമായിരിക്കും. ശരി, ഇപ്പോൾ കൃഷ്ണദാസ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അനുകൂലമായിരിക്കും. ഇല്ലില്ല, അതിനുശേഷം സമയമുണ്ടല്ലോ. ഇനിയുള്ള സമയങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ സംസ്ഥാന നേതൃയോഗം അക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളും. ഓക്കെ. PK കൃഷ്ണദാസ് BJP നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട ആഹ്ലാദം പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ BJP നേതാവ് PK കൃഷ്ണദാസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൻ്റെ വിവരമാണ്. BDJS-നെ NLA-യിൽ നിന്ന് പുറത്താക്കണമെന്ന് BJP നേതാവ് PC ജോർജ്. കോട്ടയം മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രകടനം മോശമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് PC ജോർജിൻ്റെ പ്രതികരണം. അനിൽ ആന്റണിക്കെതിരെയും കടുത്ത വിമർശനമാണ് PC നടത്തിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് BDJS-നെതിരെ കടുത്ത വിമർശനവുമായി BJP നേതാവ് PC ജോർജ് രംഗത്ത് വന്നത്. കോട്ടയത്തടക്കം കിട്ടിയ വോട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PC ജോർജിന്റെ വിമർശനം. BDJS-നെ മുന്നണിയിൽ നിന്നും പുറത്താക്കണമെന്ന കടുത്ത നിലപാട് പോലും എടുത്തു. SNDP യോഗവുമായി നല്ല ബന്ധമുണ്ടാക്കണം, അതിനപ്പുറത്തേക്ക് BDJS-നെ കൊണ്ട് BJP-ക്ക് യാതൊരു ഗുണവുമില്ല എന്നാണ് PC ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്. തുഷാർ അല്ല കഴിഞ്ഞോടെ ഇന്നിപ്പം കോട്ടയത്ത് കിട്ടിയ സീറ്റില്ലേ, ആ വോട്ട് എത്രയാ? ആ വോട്ടിനൊക്കെ ചെറിയൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. 10,000 വോട്ട്. അപ്പോൾ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ 10,000 വോട്ടാണ് SNDP-യുടെ എന്ന് പറഞ്ഞ് നാണം വേണ്ടേ? എന്തിനാണ് ഈ NDA-യുടെ ഘടകകക്ഷിയെന്ന് പറയുന്നത്? അതായത്
ഈഴവരുടെ മാർപ്പാപ്പയാണെന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇന്ന് സ്ഥാനാർത്ഥി എത്ര കോടി രൂപ അടിച്ചു പൊളിച്ചു, ഇതിന് എവിടെ പോയി? എന്നെ കേട്ടിരുന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടുന്നില്ല, എനിക്ക് മിണ്ടുന്നില്ല. അയക്കടെ ഗതികേടെന്നല്ല, അയാൾ NDAയുടെ നേതാവാണെന്ന് വേണം കേട്ട് ആകപ്പാടെ അയക്ക് SNDP കിട്ടിയ വോട്ട് 10,000. 5 ലക്ഷം വോട്ടുണ്ട്, 4.5 ലക്ഷം ഈഴ വോട്ടുള്ളിടത്ത് ഈ ഗതികേട്. ഈ BDS മുന്നണിയിൽ നിന്നേ കളയണമെന്ന് എൻ്റെ അഭിപ്രായം. പച്ചയ്ക്ക് ഞാൻ പറയുക, വല്ല കാര്യമുണ്ട്? എന്തിനീ BDS മനുഷ്യൻ വല്ലതും ഉണ്ടോ? SNDP ആയിട്ട് നല്ല ബന്ധപ്പെടം ഉണ്ടാക്കണം. SNDP ഈഴവ സമുദായം നല്ല ശക്തമാണ് കേരളത്തിൽ. ആ സമുദായമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് BJP പോകണം. അതിലൂടെ അല്ല BDS പറഞ്ഞ ഒരു കുറുക്കനും കിട്ടുകയില്ല. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചും PC ജോർജ് തന്റെ വിലയിരുത്തൽ നടത്തുന്നു. അനിൽ ആന്റണിയെ പെട്ടെന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന വിശേഷണം അദ്ദേഹം നൽകുകയാണ്. അനിൽ ആന്റണി നല്ലൊരു ആളായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് പ്രസംഗിക്കാനടക്കം പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ല. പൂഞ്ഞാറിലടക്കം വിവിധ പഞ്ചായത്തുകളിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ K. സുരേന്ദ്രനോ PS ശ്രീധരൻപിള്ളയോ ആയിരുന്നെങ്കിൽ പത്തനംതിട്ടയിൽ ജയിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട താഴെ പോയി സമ്മതിച്ചു. ഞാൻ ഉദാഹരണം ചെയ്യുന്ന പൂഞ്ഞാർ MLA എന്നതിലും ഞാൻ ജോലി ചെയ്യുന്ന തെറനാട് പഞ്ചായത്ത് ഈ അനിലാണ് 2ാം സ്ഥാനത്ത്. അവിടെ കണ്ടിട്ടുള്ള ജനവിൽ എന്നിട്ട് 2ാം സ്ഥാനത്ത് വരുത്തി. പൂഞ്ഞാർ 1ാം സ്ഥാനത്ത്, നമ്മൾ പൂഞ്ഞാർ തെക്കക്കര 2ാം സ്ഥാനത്താണ്, തീക്കോയി 2ാം സ്ഥാനത്താണ്. ആ നിലയിലേക്ക് ഈ മേഖല ഉയർത്താൻ നമുക്ക് പറ്റി. പക്ഷേ മുണ്ടക്കൈ ഉൾപ്പെടെ ആ മേഖല മുഴുവൻ തകർന്നു പോയി. കാരണം സ്ഥാനാർത്ഥിയായിട്ട് ബന്ധമില്ല. ഈ അനിൽ ആന്റണി നല്ലൊരു ചെറുപ്പക്കാരനാണ്, അറിവുള്ളവനാണ്, വിവരമുള്ളവനാണ്. പക്ഷേ അനിലിനെപ്പറ്റി ജനങ്ങൾക്കറിയില്ല, കേരളമായിട്ടൊരു ബന്ധമില്ല. മുകളിൽ നിന്നിങ്ങനെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്നാണ് പേരുദോഷം വന്നത്. അത് മാറ്റിയെടുക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഒരു മനുഷ്യനും അറിയില്ല, മലയാളം നല്ലോണം പ്രസംഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ നാളിൽ നിന്ന് സുരേന്ദ്രൻ തന്നെ അങ്ങ് നിന്ന് ജയിച്ചതിന് ഇത്തവണ. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് SNDPയുമായും ഒപ്പം തന്നെ BDJSുമായുള്ള തന്റെ ഒരു അകലം അത് വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും കുറച്ചുകൂടി തുറന്നു പറയുകയാണ് PC ജോർജ് ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ കോട്ടയത്തടക്കം BDJS ഉണ്ടായിരിക്കുന്ന ഒരു വോട്ട് ചോർച്ച കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കിട്ടിയ വോട്ടുകൾ കിട്ടാതിരുന്നത് BJP നേതൃത്വത്തെയും ഫലത്തിൽ പ്രാദേശികമായും ഞെട്ടിച്ചിട്ടുണ്ട്. BJP വോട്ടുകൾ കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ ബൂത്ത് കണക്കുകൾ ചൂണ്ടിക്കാട്ടി എടുത്തു പറയുന്നത്. പക്ഷേ BDJS പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടിയില്ല. 45,000-ഓളം വോട്ടുകൾ വൈക്കത്തടക്കം കിട്ടുമെന്നായിരുന്നു BDJS നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ BJP അറിയിച്ചിരുന്നത്. പക്ഷേ ആകെ കിട്ടിയത് 25,000-ഓളം വോട്ടുകൾ മാത്രമാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുകയാണ്. BJP വോട്ടുകൾ കൂടി ചേരുമ്പോൾ ഇത് വളരെ കുറഞ്ഞുപോയി എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഫലത്തിൽ PC ജോർജിന്റെ ഒരു വിമർശനത്തെ തള്ളുക എന്നുള്ളതിനപ്പുറത്തേക്ക് BDJS നേതൃത്വവും എടുക്കുന്ന നിലപാടുകളും ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. BJP നേതൃത്വവും BDJSന്റെ വോട്ടുകൾ എവിടെ പോയി എന്ന ചർച്ചയിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ചാലക്കുടിയിലടക്കം BDJS 4ാം സ്ഥാനത്ത് പോയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴാണ് ഈ തിരിച്ചടി ചാലക്കുടിയിലടക്കം ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇക്കാര്യത്തിൽ BJP എടുക്കുന്ന തുടർ നടപടികൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. ഇടവേള. നിതീഷ് കുമാർ ആലത്തൂർ മണ്ഡലത്തിന്റെ LDFിലെ K. രാധാകൃഷ്ണന് പിടിവള്ളിയായത് BJPയുടെ സ്ഥാനാർത്ഥി TN സരസുവിന്റെ മുന്നേറ്റം. UDFിലെ രമ്യ ഹരിദാസിന്റെ വോട്ട് ഷെയർ കുത്തനെ കുറയുകയും സരസു 1 ലക്ഷത്തോളം വോട്ട് കൂടുതൽ നേടുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 30,000 വോട്ടുകൾ മാത്രം അധികം നേടി LDF വിജയത്തിലെത്തി. K. രാധാകൃഷ്ണന്റെ മുന്നേറ്റത്തെക്കാൾ രമ്യ ഹരിദാസിന് തിരിച്ചടിയായത് TN സരസു നേടിയ 1 ലക്ഷത്തോളം വോട്ടുകളാണ്. 2019 രമ്യ ഹരിദാസിന് 5,33,815 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDFിലെ PK ബിജുവിന് 3,74,847 വോട്ടുകളാണ് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി T. ബാബുവിനാകട്ടെ 89,839 വോട്ടുകൾ ലഭിച്ചു. 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രമ്യ വിജയഗാഥ രചിച്ചു. എന്നാൽ ഇത്തവണ K. രാധാകൃഷ്ണന് 4,03,447 വോട്ടുകൾ ലഭിച്ചപ്പോൾ രമ്യ ഹരിദാസിന് 3,83,336 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. TN സരസുവിനാകട്ടെ 1,88,230 വോട്ടുകൾ ലഭിച്ചു. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 98,391 വോട്ടുകൾ NDAക്ക് അധികം ലഭിച്ചു.
രമ്യയ്ക്ക് 1,50,467 വോട്ടുകളുടെ കുറവ്. ഇനി ആ വോട്ടുകൾ എവിടെ പോയെന്ന് നോക്കാം. PK ബിജുവിന് ലഭിച്ചതിനേക്കാൾ 28,600 വോട്ടുകൾ മാത്രമാണ് K രാധാകൃഷ്ണൻ ലഭിച്ചത്. അവശേഷിക്കുന്ന 1,21,867 വോട്ടുകളിൽ 98,391 വോട്ടുകൾ TN സരസുവിന് ലഭിച്ചു. ഇനിയുള്ളത് 23,476 വോട്ടുകളാണ്. ഇതിൽ നോട്ടയ്ക്ക് 5,000 വോട്ടുകൾ കൂടുതൽ വർദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ തവണത്തേക്കാൾ 7% പോളിംഗ് കുറവായിരുന്നു ഇത്തവണ. K രാധാകൃഷ്ണൻ ജയം കൈപ്പിടിയിലൊതുക്കിയെങ്കിലും ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്നിട്ട് പോലും ശക്തമായ മുന്നേറ്റം നടത്താനായില്ലെന്നാണ് വോട്ടിലെ കണക്കുകൾ പറയുന്നത്. K രാധാകൃഷ്ണന്റെ തട്ടകമായ ചേലക്കരയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്, 72.01%. രമ്യ ഹരിദാസിനെതിരെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ എതിർപ്പുകളുണ്ടായിരുന്നു. കാർഷിക പ്രശ്നങ്ങൾ വെല്ലുവിളിയായിരിക്കുകയും ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയും ചെയ്യുന്നതിനിടെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. NDAയിലെ സരസു അത്രയ്ക്കൊന്നും അറിയപ്പെടാത്ത സ്ഥാനാർത്ഥിയായിട്ടും പൊതുപ്രവർത്തക അല്ലാഞ്ഞിട്ടും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. വോട്ട് ചോർച്ചാ വിവാദം വരും ദിവസങ്ങളിൽ UDFൽ വലിയ പൊട്ടിത്തെറിയുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. S. വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. നേതൃത്വം ആവശ്യപ്പെട്ടാൽ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് ഡോക്ടർ TN സരസു ന്യൂസ് 18നോട്. കേരളം BJP ഭരിക്കുന്ന കാലം അധികം ദൂരത്തല്ല. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം BJP ക്യാമ്പുകൾക്ക് ആത്മവിശ്വാസമുണ്ടാക്കുന്നതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യം മാറുന്നതിന് തെളിവാണ് NDA സ്ഥാനാർത്ഥികളുടെ വോട്ട് ഷെയർ കൂടിയതെന്നും സംസ്ഥാനമൊട്ടാകെ ഭരണവിരുദ്ധ വികാരമെന്നും ഡോക്ടർ TN സരസു പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനൊക്കെ വരുന്ന ഉടനെ ഇവിടെ അധികം താമസിക്കാതെ തന്നെ കേരളം ഭരിക്കുന്നത് BJP ആയിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം നമ്മൾ ഇനി ഞാൻ പറഞ്ഞിട്ട് വേറെ ആരും നമ്മൾ ആശ്രയിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഇവർക്കൊക്കെ എത്രയോ കൊല്ലങ്ങൾ അവസരങ്ങൾ കിട്ടിയതാണ്. കോൺഗ്രസിന് എത്ര വർഷം കിട്ടി? 65 വർഷത്തിനധികം കോൺഗ്രസിന് കിട്ടി. അപ്പൊ ഈ രണ്ടു കൂട്ടരും മാറി മാറി വളരെയധികം വർഷങ്ങൾ, 50-ലധികം വർഷങ്ങൾ ഭരിച്ചിട്ട് ഈ നാട്ടിന് ഒരു പുരോഗതി ഉണ്ടാക്കാൻ പറ്റിയില്ല. നേതൃത്വം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോകും. നമ്മൾ ഫിറ്റാണ്, അതിൽ പറ്റിയ ആളാണെന്ന് നേതൃത്വത്തിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നതായിരിക്കും. 4.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷനിൽ തോറ്റ സുരേഷ് ഗോപി ഇപ്പം ജയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളും അതുപോലെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് തൃശ്ശൂരിൽ തന്നെ നിന്നുകൊണ്ടാണ് ഈ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ആരുമല്ലാതിരുന്നിട്ടും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് അങ്ങനെ ചെയ്ത് അദ്ദേഹം ജയിച്ചു, അതും നല്ല ഭൂരിപക്ഷത്തോടുകൂടി. തീർച്ചയായിട്ടും അത് നമുക്കെല്ലാവർക്കും ഒരു മോഡൽ തന്നെയാണ്. എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന, നമ്മൾ റൈറ്റ് ട്രാക്കിലെത്തി ഇനി നമ്മൾ കുതിക്കും എന്നുള്ള ഒരു ഇത് തന്നെയാണ്, സന്ദേശം തന്നെയാണ് അത് നമുക്ക് കിട്ടുന്നത്. ഇടുക്കി, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ മിന്നുന്ന പ്രകടനത്തിൽ നേട്ടം കൊയ്യാനായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്. കേരള കോൺഗ്രസുകളുടെ തട്ടകമായ കോട്ടയത്ത് ജോസഫ് ആധിപത്യം ഉറപ്പിച്ചപ്പോൾ ഇടുക്കി നിലനിർത്താനായതും ആശ്വാസമായി. കോട്ടയം സീറ്റ് ലഭിച്ചതോടെ കേരള കോൺഗ്രസ് സംസ്ഥാന പാർട്ടിയായി മാറുകയും ചെയ്യും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് വിജയിച്ചെങ്കിലും തൊടുപുഴയിൽ വലിയ തോതിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നില്ല. തുടർ ഭരണത്തിന് പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ച 10 സീറ്റുകളിൽ 8ലും തോറ്റ വിഷമമായിരുന്നു അന്ന്. പരാജയത്തിന്റെ പേരിൽ ഏറെ പഴികേട്ട കേരള കോൺഗ്രസിനും PJ ജോസഫിനും ഈ ലോക്സഭാ ഇലക്ഷൻ പകവീട്ടലിന്റേതുകൂടിയായിരുന്നു. കേരള കോൺഗ്രസ് തട്ടകമായ കോട്ടയത്തും ഇടുക്കിയിലും വിജയക്കൊടി പാറിച്ചാണ് ഇത്തവണ ജോസഫ് വിഭാഗം പ്രതികാരം വീട്ടിയത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റിൽ ഫ്രാൻസിസ് ജോർജിലൂടെയാണ് വിജയം കൈയടക്കിയതെങ്കിൽ കേരള കോൺഗ്രസിന് പ്രാതിനിധ്യമുള്ള തൊടുപുഴ ഉൾപ്പെടുന്ന ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകളിൽ പകുതിയിലേറെയും നേടിയാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിജയിച്ചത്. അതുകൊണ്ടുതന്നെ ഡീൻ വിജയിച്ച ശേഷം ആദ്യമായി കാണുവാനെത്തിയതും PJയാണ്. കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണുള്ളതെന്ന് PJ പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് തിരിച്ചുവരുന്ന വിഷയത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും PJ. ഈ കേരള കോൺഗ്രസ് എം തിരിച്ച് UDFിലേക്ക് വരാൻ ആവശ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതായും ജോസഫ് വിഭാഗം കണക്കുകൂട്ടുന്നു. ഇടുക്കിയിലെ വിജയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തട്ടകത്തിൽ നൽകുന്ന ഊർജ്ജം എത്രത്തോളം വലുതാണെന്നറിഞ്ഞാണ് ഓരോ പ്രവർത്തകരും പ്രവർത്തിച്ചത്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചതും PJ ജോസഫിന്റെ മണ്ഡലമായ തൊടുപുഴയിലാണ്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ സ്വന്തം മണ്ഡലമായ ഇടുക്കിയിൽ 15,688 വോട്ടിന്റെ ലീഡ് നേടിയാണ് ഇത്തവണ UDF വിജയക്കൊടി പാറിച്ചത്. ന്യൂസ് 18 ഇടുക്കി.
പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ൽ കലഹം രൂക്ഷം. നേതാക്കൾ തമ്മിലെ ഭിന്നത, വോട്ട് ചോർച്ച, പരസ്യ പ്രതികരണം തുടങ്ങിയ വിഷയങ്ങളിൽ മറനീക്കി പുറത്തു വന്നതോടെ പാർട്ടി അന്വേഷണവും നടപടികളും ഉണ്ടാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉടലെടുത്തതാണ് പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ. തോമസ് ഐസക്കിന്റെ പരാജയത്തിന് പിന്നാലെയാണ് നേതാക്കൾ തമ്മിലും പ്രവർത്തകർക്കിടയിലും ഭിന്നത രൂക്ഷമായത്. കനത്ത തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണെന്നാണ് സൂചന. സംസ്ഥാന കമ്മിറ്റി അംഗം രാജു ഇബ്രാഹിമിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വിവാദമായിട്ടുണ്ട്. പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും ഏരിയ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. പ്രചാരണത്തിലെ വീഴ്ചകൾ, ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുണ്ടായ തമ്മിലടി, പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച എന്നീ വിഷയങ്ങളിൽ ഉടൻ അന്വേഷണം ഉണ്ടാകും. മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുളയിൽ ആന്റോ ആന്റണിക്ക് കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചതും മുതിർന്ന നേതാക്കളുടെ മണ്ഡലമായ അടൂരിൽ ആന്റോ മുന്നേറിയതും വോട്ട് ചോർച്ച കാരണമെന്നാണ് വിലയിരുത്തുന്നത്. ജില്ലയിൽ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ട വിഷയത്തിൽ അന്വേഷണവും നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് ചെർക്കളയിൽ ഗതാഗത നിയമം ലംഘിച്ച് ഷാഫി പറമ്പിലിന്റെ വിജയം ആഘോഷിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ ഓടുന്ന വാഹനത്തിൽ പടക്കം പൊട്ടിച്ചാണ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്. പടക്കം പൊട്ടിച്ച് നഗരത്തിലൂടെ ഏറെ നേരം വാഹനം സഞ്ചരിച്ചു. ഷാഫി പറമ്പിൽ ഫാൻസ് ആലമ്പാടി എന്ന ബാനർ ഉയർത്തിയായിരുന്നു വിജയാഹ്ലാദം. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. ജൂൺ 8 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ കനക്കും എന്നും കാലാവസ്ഥാ കേന്ദ്രം. ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഇന്ന് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ മഴയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മഴ തുടരുമോ? രഞ്ജിത്ത്, ഇന്ന് 8 ജില്ലകളിലാണ് പുതിയ മുന്നറിയിപ്പ് പ്രകാരം യെല്ലോ അലേർട്ട് ഉള്ളത്. രാവിലെ 5 ജില്ലകളിലായിരുന്നു യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് വന്ന മുന്നറിയിപ്പിലാണ് ഇത് 8 ജില്ലകളിലേക്ക് വ്യാപിച്ചത്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും മഴ വരും ദിവസങ്ങളിൽ ശക്തമായി തുടരുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നാളെ സംസ്ഥാനം മുഴുക്കെ പരക്കെ മഴയായിരിക്കും. ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എന്തായാലും നാളെ 10 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നാളെ യെല്ലോ അലേർട്ട് ആയിരിക്കും. എന്തായാലും കാലവർഷം എത്തി, അത് ശക്തമായി തുടരും, മഴയുണ്ടാകുമെന്ന് അറിയിച്ചെങ്കിലും മഴയുടെ ഒരു ശക്തി കുറഞ്ഞിരുന്നു. പല ജില്ലകളിലും വെയിലായിരുന്നു ലഭിച്ചത്. എന്നാൽ ഇന്നത്തോടു കൂടി അല്ലെങ്കിൽ നാളെയൊക്കെ വീണ്ടും മഴ ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തൃശ്ശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 17 പവൻ സ്വർണം കവർന്നു. അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം. ഒരു മാല, 3 മോതിരം എന്നിവയാണ് മോഷണം പോയത്. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിക്കെതിരെ CITU 10-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ പ്രഖ്യാപിച്ചു. ഗതാഗത മന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്നും യോഗത്തിൽ അംഗീകരിക്കാത്ത കാര്യങ്ങൾ അംഗീകരിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു നടക്കുന്നുവെന്നുമാണ് ആരോപണം. മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് അറ്റൻഡൻസിൽ ഒപ്പിട്ടതല്ലാതെ ഈ ഒരു തീരുമാനങ്ങളും CITU സംഘടന അംഗീകരിച്ചിട്ടില്ല. ഈ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു മിനിറ്റ്സിലും നമ്മുടെ സംഘടന ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്രയും ശുദ്ധ കളവ് പറയുന്ന ഒരാൾ അത് LDFന്റെ ഒരു മന്ത്രിയാണ് എന്നതിൽ നമുക്കൊരുപാട് വിഷമമുണ്ട്. പരസ്യമായി കളവ് പറയുക, ആ വാഹനങ്ങളുടെ കാലപ്പഴക്കം 22 വർഷം ആയി തീരുമാനിക്കുക, സ്ലോട്ടുകളുടെ എണ്ണം ഒരു ME-ക്ക് മുമ്പുണ്ടായിരുന്ന പോലെ 60 എണ്ണമായി നിജപ്പെടുത്തുക, അതിനോടൊപ്പം 2.5 ലക്ഷത്തോളം പെൻഡിംഗ് ലൈസൻസുകൾ ടെസ്റ്റ് നടത്തി പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക, IDTR ഇൻസ്ട്രക്ടറിന്റെ പരിശീലന ഫീസ് മുൻകാലത്തെ പോലെ ആക്കുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CITUവിന്റെ നേതൃത്വത്തിൽ, ആൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ 10-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധ ധർണ ആരംഭിക്കുകയാണ്. എറണാകുളത്ത് ഓട്ടോ ഡ്രൈവർ മർദ്ദനമേറ്റ് മരിച്ചു. ഇടക്കൊച്ചി പഴയക്കാട്ട് വീട്ടിൽ ജോയിയാണ് കൊല്ലപ്പെട്ടത്. വാഹനത്തിന് വശം കൊടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ജോയിയെ തള്ളിയിടുകയായിരുന്നു. 4-ാം തീയതി വൈകിട്ട് 3:30 സംഭവം ഉണ്ടായത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ ജോയി വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നാണ് ഇരുചക്ര യാത്രക്കാരനായ ഒരു വ്യക്തി
ജോയിയെ ഓവർടേക്ക് ചെയ്ത് വന്നതിന് ശേഷം റോഡിൽ തടഞ്ഞു നിർത്തി തർക്കമുണ്ടാക്കിയത്. ഈ തർക്കത്തെ തുടർന്ന് ജോയിയെ തള്ളി താഴെയിട്ടു. ഈ വീഴ്ചയിൽ സ്ലാബിൽ തലയിടിച്ചു വീണ ജോയി ബോധരഹിതരായി. അതിനുശേഷം സമീപത്തുള്ളൊരു വീട്ടില് ജോയിയെ എത്തിക്കുകയും ജോയിയുടെ ബന്ധുവിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു. ബന്ധു വന്ന് സംസാരിച്ചപ്പോഴാണ് ഈ ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരൻ പറഞ്ഞത് മദ്യപിച്ച് ബോധരഹിതനായി റോഡിലുണ്ടായിരുന്ന ജോയിയെ താൻ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് കള്ളം പറയുകയും ചെയ്തു. അതിനുശേഷം ഈ ഇരുചക്ര വാഹനത്തിൽ വന്ന ആ യുവാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ജോയിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും രാത്രി 9 മണിയോടുകൂടി ദേഹാസ്വാസ്യം അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് അടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് തലയിടിച്ചു എന്നുള്ളൊരു വിവരം ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്നത്. ഈ തലയിടിച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റു എന്ന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് ICUവിലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെയാണ് ജോയിയുടെ മരണവിവരം അറിയുന്നത്. തുടർന്ന് ഭാര്യ പള്ളുരുത്തി പോലീസിന് പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ CCTV ജോയിയെ കിടത്തിയ വീട്ടിലുള്ളവരോടും അതോടൊപ്പം തന്നെ ഈ സമീപ പ്രദേശത്തെ CCTV അടക്കം പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ഇരുചക്ര വാഹനത്തിൽ വന്ന യുവാവുമായി തർക്കമുണ്ടായെന്ന് പോലീസിന് മനസ്സിലായത്. തുടർന്ന് ഇരുചക്ര വാഹനത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിൽ വിമൽ എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ തന്നെയാണോ ഈ ജോയിയുടെ മരണത്തിനിടയാക്കിയ സംഭവം ഉണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും അതിദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു ഇടക്കൊച്ചിയിൽ സംഭവിച്ചത്. പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നം ഇപ്പോൾ ഒരു ഗൃഹനാഥന്റെ മരണത്തിലേക്ക് വരെ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ്. നവജാത ശിശു മരിച്ചത് പ്രസവ സമയത്ത് കൃത്യമായി ചികിത്സ ലഭിക്കാത്തതുകൊണ്ടാണെന്ന് പരാതി. വണ്ടാനം സ്വദേശി മനുവിന്റെയും സൗമ്യയുടെയും 7 ദിവസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് സംബന്ധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി നവജാത ശിശു മരണമടഞ്ഞത്. കഴിഞ്ഞ 28-ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ചികിത്സ നേടിയ സൗമ്യയുടെ 7 ദിവസം പ്രായമായ കുട്ടിയാണ് മരിച്ചത്. 28-ന് അഡ്മിറ്റായ സൗമ്യ 29-ന് പ്രസവ സംബന്ധമായ ലക്ഷണങ്ങൾ കാണിച്ചു. തുടർന്ന് ആശുപത്രിയിൽ ലേബർ റൂമിന് തൊട്ടടുത്തുള്ള റൂമിലേക്ക് കയറ്റിയെങ്കിലും അവിടെ വേണ്ടത്ര ചികിത്സയോ പരിഗണനയോ ലഭ്യമായില്ല എന്ന് സൗമ്യ പറയുന്നുണ്ട്. 15 മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക, പ്രസവിക്കുക, കയ്യിൽ കുഞ്ഞിനെ തരിക. 15 മിനിറ്റിനുള്ളിൽ. ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അതും നടക്കത്തില്ലായിരുന്നു. എന്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്റെ കുഞ്ഞത് കുടിച്ചത്. ഇവർക്ക് അവിടുന്ന് നേരത്തെ കണ്ട ഇച്ചിരി കണ്ടപ്പോഴത്തേക്കും അത് ഓപ്പറേഷൻ ചെയ്ത് എന്റെ കുഞ്ഞിനെ കിട്ടിയതായിരുന്നു. അവരെ മുഴുവൻ ഞാൻ കാണിച്ചു കൊടുത്തത് ഇത് കണ്ട ഇങ്ങനെയാ പോകുന്നത്. അവര് കണ്ടെങ്കിൽ പറയാൻ കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ പറയാം. ഞാൻ മുഴുവൻ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോഴാണ് അവര് PV ചെയ്ത് നോക്കിയത്. എന്നിട്ടും പറഞ്ഞു ബ്ലീഡിങ് അല്ല. ഇത് മൂത്രത്തിൽ പെട്ടെന്ന് ഗുളിക വെച്ചിട്ട് അഴുക്കാ പോണേന്ന് പറഞ്ഞു. നമുക്ക് ഡോക്ടർ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അത്ര നേരം ഞാൻ പറഞ്ഞു ഇത് വേദന എന്തിനാണ് ഡോക്ടറെ, എന്തിനാണ് എടുത്തെടുത്ത് ചോദിച്ചു. ലേബർ റൂമിൽ കിടക്കുമ്പോൾ നമുക്ക് ഡോക്ടറിനോട് ദേഷ്യപ്പെടാനോ പിടിക്കാനൊന്നും പറ്റത്തില്ല. അവര് നമ്മുടെ നേരെ തിരിഞ്ഞേക്കും. അതുകൊണ്ട് സ്നേഹത്തോടെ ഡോക്ടറെ എന്തിന്റെ വേദനയാണ്, ഗ്യാസിന്റെ വേദനയാണോ, പോയിക്കട എന്ന് പറഞ്ഞു. ഒട്ടും സഹിക്കാൻ വേദന ഞാൻ അങ്ങോട്ട് എന്ന് പറയാം. എനിക്ക് വേദന കൊണ്ട് പറയാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുമ്പോഴേക്കും അവരൊന്നും നോക്കിയത്. പ്രസവവേദന അനുഭവപ്പെട്ട് താൻ ബുദ്ധിമുട്ടുമ്പോഴും ഡോക്ടർമാരോട് പറഞ്ഞിട്ട് അതവർ കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ളതാണ് സൗമ്യ പറയുന്നത്. തുടർന്ന് സൗമ്യയ്ക്ക് ആ റൂമിൽ വെച്ച് തന്നെ ഫ്ലൂയിഡ് ലീക്കായി അവിടെ വെച്ച് തന്നെ ആ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6715, പവന് 53,720. സ്വർണം 18 ക്യാരറ്റ് 5600, പവന് 44,800. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.